നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിക്കവരിലും ഉള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്, താരനെക്കുറിച്ചാണ്. അപ്പം താരൻ എങ്ങനെയാണ്, അത് മാറ്റാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുകൂടാതെ ഒരു ടിപ്പ് എന്ന രീതിയിലൊരു പാക്കിനെ കുറിച്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ താരൻ എന്താണ്, പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ താരൻ. അത് തലയിൽ മാത്രമല്ല, ചിലർക്ക് താടിയിലും ചിലർക്ക് പുരികങ്ങളിലും പോലും താരൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പലരും പല മരുന്നുകളും പ്രയോഗിച്ച് അതിലൊക്കെ പരാജയപ്പെട്ടവരും ഉണ്ടാകാം. അപ്പം നിങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് താരൻ്റെ ശാശ്വത പരിഹാരം എന്തെന്ന്. ചിലർക്ക് സീസണിലി മാത്രമായിരിക്കും താരൻ, നല്ല തണുപ്പ് കൂടുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ മഴക്കാലത്തായിരിക്കും താരൻ കൂടുന്നത്. അപ്പം ഇതിൻ്റെ എന്താണ് താരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഒരു പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് സ്കാൽപ്പിൻ്റെ സ്കിന്നൊന്ന് ചുരണ്ടി നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള സ്കെയിലി ലീഷൻസ് പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലർക്കത് പാച്ചി ആയിട്ടായിരിക്കും, ചിലർക്ക് അത് പൊറ്റ പോലെ ഇളകി വരികയൊക്കെ ചെയ്യും. അങ്ങനെ പല രീതിയിലാണ് പലർക്കും താരൻ കണ്ടുവരുന്നത്. ഇപ്പോൾ പലരും എണ്ണ ഒരുപാട് സമയം തലയെ തേച്ച് പിടിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പാക്കുകൾ പരീക്ഷിച്ചിട്ടൊന്നും മാറാത്തവരും ഉണ്ടാവാം. അപ്പോൾ എന്താണ് യഥാർത്ഥമായിട്ടുള്ള കാരണം? ഇത് ചിലപ്പോൾ ഒരു സിംറ്റം മാത്രമായിരിക്കാം. ചിലർക്ക് ചില എണ്ണകൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പാക്കുകൾ കൊണ്ട് തന്നെ ഒരു പരിഹാരം കാണും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന അത്രയും കാലം ഒരു പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ അത് കാണാം. പക്ഷേ പിന്നെ ആ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്കത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രശ്നം ഇരിക്കുന്നത് സ്കാൽപ്പിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ മാത്രമല്ല, അവരുടെ വയറ്റിനകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുടലിനകത്താണ് യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത്. ചിലർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ വിരയുടെ ശല്യം കൊണ്ടും ഈ താരൻ മാത്രമല്ല മറ്റ് പല സ്കിൻ ഡിസീസുകളും ഉണ്ടാകും. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരയിളക്കാനുള്ള ഒരു മാർഗ്ഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിപ്പം മാസത്തിലൊരിക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളിത് ഈ ബാക്കിയുള്ള മെഷേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എണ്ണയോ പാക്കോ എന്ത് വേണ്ട അതൊക്കെ ചെയ്ത് നോക്കുക. അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എക്സ്ട്രാ ആയിട്ട് പറയുന്നൊരു പാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഉലുവയുണ്ടല്ലോ, ഉലുവയും പച്ചരിയും കൂടെ തലേദിവസമേ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് അരച്ച് അതിൻ്റെ കൂടെ കുറച്ച് അലോവേര കൂടെ ചേർത്തിട്ട് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ സ്കാൽപ്പിൽ തലയോട്ടിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുന്നത് നല്ലൊരു പാക്കാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ വിരശല്യമൊക്കെ മാറി ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ. നിങ്ങൾക്കൊരു ലോങ് സ്റ്റാൻഡിങ് എഫക്റ്റ് ഇതിനുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള അതൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടാവാം, ഇനി അലോപ്പതി ആവട്ടെ, എന്തായാലും ആൽബൻഡസോൾ നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കേണ്ടതാണ്. ആയുർവേദം ആവട്ടെ, എന്തായാലും ഒരു മരുന്ന് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ താരൻ പോകുന്ന മെഷേഴ്സൊക്കെ എടുക്കുകയാണ്, താരൻ പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല എണ്ണകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ച് നോക്കി പരാജയപ്പെട്ടവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം എന്തായാലും കാണാൻ പറ്റും. പാക്ക് ഇടുന്നതിന് മുന്നേ നന്നായിട്ട് എണ്ണ കൂടെ തേച്ച് ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ടത് തോന്നും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തലയോട്ടിയിൽ രക്തചംക്രമണം, ഇതൊന്ന് മസാജ് ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂട്ടുന്നത് വഴി മുടി വളർച്ചയ്ക്കും ഇത് കാരണമാകും. ഇനി മറ്റൊരു വീഡിയോ, ഇതുപോലെയുള്ള ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വിഷയത്തിന് ആണോ വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജായിട്ടും ചോദിക്കാവുന്നതാണ്.